നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ മാത്രമേ ഉള്ളെങ്കിൽ, ഈ ശരീരം മാത്രമേ മനുഷ്യനുള്ളെങ്കിൽ, മനുഷ്യന് ചിന്താശക്തി മാത്രമേ ഉള്ളെങ്കിൽ, മനുഷ്യന് വികാരങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ, ഇച്ഛാശക്തി മാത്രമേ ഉള്ളെങ്കിൽ എങ്ങനെ ദൈവത്തോട്, ആത്മാവായ ദൈവത്തോട് ബന്ധിക്കുവാനായിട്ട് സാധിക്കും? അവിടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാട് തരുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഈ സത്താപരമായ വ്യതിരക്തതയുള്ള ആത്മാവ് ജഡാവതാരം അനിവാര്യമായി കണ്ടു എന്ന് പറയുന്നത്. കാരണം മനുഷ്യർക്ക് തന്നെക്കുറിച്ചുള്ള അറിവ് മനുഷ്യർക്ക് തരുവാൻ വേണ്ടി, നൽകുവാൻ വേണ്ടി, തൻ്റെ സൃഷ്ടികളുടെ ഇടയിൽ വസിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി അത് അനിവാര്യമായിരുന്നു. അതിനാൽ തന്നെ ആത്മാവായ ദൈവത്തിലുള്ള സത്തയിൽ, അത് ഏകസത്തയാണ്, ദൈവത്തിൻ്റെ ഏകസത്ത, ആ ഏകസത്തയിൽ നിന്നുള്ള ആത്മാവായ ദൈവത്തിലെ ഒരു വ്യക്തിത്വം മനുഷ്യാവതാരത്തെ സ്വീകരിച്ചു, മനുഷ്യനായി ജഡാവതാരം എടുത്തു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ള ഒരു ജഡാവതാരം, മനുഷ്യാവതാരം ആയിരുന്നു. അത് സ്വീകരിച്ചതായിട്ടുള്ള സമയത്ത് തന്നെ ആ സ്വീകരിച്ചവനായ ദൈവം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമെന്ന സർവസമ്പൂർണതയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. മനുഷ്യൻ എന്നുള്ള നിലയിൽ പൂർണ്ണനാണ്, ദൈവമെന്നുള്ള നിലയിലും അവൻ പൂർണ്ണനാണ്. നരഹരി അല്ല, 50-50 അല്ല, പകുതി ദൈവവും പകുതി മനുഷ്യനുമല്ല. അപ്പോൾ ആത്മാവായ ദൈവത്തിൽ ആളത്വങ്ങൾ, ഒരേ സത്ത പക്ഷെ 3 ആളത്വങ്ങൾ വെളിപ്പെട്ടു വന്നു. അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ദൈവം അത് കൃത്യമായി തൻ്റെ അവതാരത്തിലൂടെ അല്ലെങ്കിൽ ജഡാവതാരത്തിലൂടെ അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. തൻ്റെ വേദത്തിലൂടെ അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നമുക്ക് കിട്ടുക എന്ന്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പ്രവാചകന്മാരിലൂടെയും താൻ സ്നേഹിക്കുന്ന, തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള ആളുകളിലൂടെയും ഈ കാര്യങ്ങളൊക്കെ തലമുറകൾക്ക് വേണ്ടി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. തൻ്റെ വചനത്തിൽ കൂടെ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആ മനുഷ്യാവതാരത്തിന് ആത്മാവായ ദൈവം തന്നിൽ തന്നെ തീരുമാനമെടുത്തപ്പോൾ അവൻ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. അത് ദൈവത്തിലെ നിത്യപുത്രത്വമാണ്. വ്യതിരക്തതയാർന്ന അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള ആത്മാവായ ദൈവത്വത്തിലെ പിതൃത്വ രൂപീകരണവും അപ്പോൾ തന്നെ സംഭവിച്ചു. അതുകൊണ്ടാണ് പിതാവെന്നും പുത്രനെന്നും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വേദത്തിൽ. അപ്പോൾ പുത്രത്വം എന്ന് പറയുന്നത് ദൈവം വിവാഹം കഴിച്ചിട്ടുണ്ടായതല്ല, മറിച്ച് ആത്മാവായ ദൈവത്തിൽ ജഡാവതാരം എടുക്കുവാൻ രണ്ടാമനായിരിക്കുന്ന ആത്മാവായ ദൈവം തീരുമാനമെടുത്തപ്പോൾ അവനിൽ മാത്രം ജഡാവതാരവും എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യത്വവും അവനിൽ പൂർണ്ണ ദൈവത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പുത്രൻ എന്നുള്ള നാമം സ്വീകരിച്ചു. അഥവാ ദൈവം പുത്രൻ എന്ന് അവനെ വിളിച്ചു. കാരണം അവൻ മനുഷ്യത്വം കൂടെ സ്വീകരിച്ചതുകൊണ്ട്, മനുഷ്യാവതാരം എടുത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ അവന് മനുഷ്യാവതാരത്തെ നൽകിയവനായിട്ടുള്ള വ്യക്തിത്വത്തിന് പിതൃത്വം നൽകുകയും അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുകയും പിതാവിനെയും പുത്രനെയും ഒരുപോലെ തന്നെ ആദരിക്കുകയും ആ പിതാവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള ആത്മാവിന് പരിശുദ്ധാത്മാവ് എന്ന് നാമകരണം നൽകുകയും ചെയ്തു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യ നിത്യ ദൈവത്തെക്കുറിച്ചാണ് വേദം അല്ലെങ്കിൽ തനാക്കിലും അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന ഇഞ്ചിയിലായിരുന്നാലും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ദൈവമെന്ന് പറയുന്നത് മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ദൈവം ഒരു ഇലന്ത് വൃക്ഷത്തിന് തുല്യമല്ല, ദൈവം ഒരു നേരിയ വെളിച്ചമല്ല, മറിച്ച് ദൈവം ആത്മാവാണ്. അപ്പം ആത്മാവായ ദൈവത്തെ മനുഷ്യനുമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി ദൈവത്വത്തിൽ നിന്ന് പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വമുള്ളവനായ പുത്രത്വം സ്വീകരിച്ചു വന്നവനായ ഒരുവനാണ് നമുക്ക് തന്നെത്താൻ വെളിപ്പെടുത്തി തന്ന ദൈവത്തെ. അതാണ് ദൈവത്തിൻ്റെ ദൈവിക മിസ്റ്ററി അല്ലെങ്കിൽ ദൈവിക മർമ്മം നമുക്ക് യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ട് കിട്ടിയത്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നത് അത് ഈസിയല്ല. യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മർമ്മം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ഏക സത്യനിത്യ ദൈവത്തിലെ
മൂന്ന് ആളത്വങ്ങൾ ഉള്ളപ്പോൾ തന്നെ മൂന്ന് ദൈവങ്ങളല്ല, ത്രിമൂർത്തികളല്ല, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ പിതാവിനേക്കാൾ അല്പം കുറഞ്ഞവനോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് താഴ്ച സംഭവിച്ചവനോ അല്ല പുത്രൻ. കോ ഈക്വൽ ആൻഡ് കോ എക്സിസ്റ്റിംഗ്, തുല്യരാണ്, അതോടൊപ്പം തന്നെ ഒരുമിച്ച് വസിക്കുന്നവരാണ്. കാരണം ദൈവം ആത്മാവാണ്. ആത്മമണ്ഡലത്തിൽ അങ്ങനെ തുല്യതയിൽ ജീവിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അപ്പോൾ പിന്നെ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാട് ദൈവം തന്നെ നമുക്ക് തന്നത് യേശുക്രിസ്തുവിൽ കൂടെയാണ്. അങ്ങനെ പുത്രത്വം സ്വീകരിച്ച ആത്മാവായ ദൈവത്തിലെ സത്താപരമായ വ്യതിയാനങ്ങളില്ലാത്ത ഏക ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ച പുത്രനാം ദൈവം എന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കി തരത്തക്കവണ്ണം ദൈവത്തിൻ്റെ വെളിപ്പാട് യേശു ക്രിസ്തുവിൽ കൂടെ സകല മനുഷ്യർക്കും വെളിപ്പെട്ടു. ചിന്തിക്കാവുന്ന, ഗ്രഹിക്കാവുന്ന ഏവർക്കും ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാടാണ് യേശു ക്രിസ്തു. അങ്ങനെ പുത്രൻ എന്ന വിശേഷണം ഉള്ളതിനാൽ ദൈവത്തിൽ പുത്രത്വം എന്നുള്ള വിശേഷണം വന്നതോടൊപ്പം തന്നെ എന്തുണ്ടായി? പുത്രനെ അയച്ചവനായ പിതാവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പിതാവ് എന്നുള്ള നാമകരണം ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, കോ ഈക്വൽ ആൻഡ് കോ എക്സിസ്റ്റിംഗ് ആണ്, തുല്യരാണ്, അതോടൊപ്പം തന്നെ ഒരുമിച്ചുള്ള, ഒരേപോലെ ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു ആത്മാവായ ദൈവമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പം ഈ പിതാവ് എന്ന ആത്മാവായ ദൈവത്തിന് അതൊരു നിത്യമായ നാമമാണ്. കാരണം പുത്രത്വവും നിത്യമാണെന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ നിത്യനായിട്ടുള്ള പിതാവും നിത്യനായിട്ടുള്ള പുത്രനും അതേപോലെ തന്നെ നിത്യനായ പരിശുദ്ധാത്മാവ്, നിത്യമായിട്ടുള്ള ആ ഏക സത്യ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ വെളിപ്പാട് നമുക്ക് ദൈവവചനത്തിൽ കൂടെ നൽകി തന്നു. അപ്പോൾ ആത്മാവായ ദൈവത്തെ മനുഷ്യ മനസ്സിനും മനുഷ്യരുടെ ജീവിതത്തിനും വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സൃഷ്ടിപ്പിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയാം? ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറ്റും. ദൈവം ടാഞ്ചിബിളാണ്, മൂർത്തമായിട്ടുള്ളതാണ്, അവൻ പ്രത്യക്ഷതയുള്ളവനാണ്, അവന് നമ്മളുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിവുള്ളവനാണ്. അവൻ മനുഷ്യനിൽ നിന്ന് അകന്നിരിക്കുന്നവനല്ല, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നവനല്ല, മറിച്ച് അവൻ മനുഷ്യനോട് കൂടെ വസിക്കുന്നവനാകുന്നു. അവനിൽ പിതൃത്വവും അവനിൽ പുത്രത്വവും അവനിൽ പരിശുദ്ധാത്മാവും അടങ്ങിയ ഏക സത്യ നിത്യ ദൈവമായിട്ടുള്ള സ്നേഹസ്വരൂപനാണ്. കാരണം ഈ പിതാവ് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും, പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്നേഹിക്കുകയും അതുപോലെ പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടികർമ്മം നടന്നിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടികർമ്മം നടന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നേച്ചറിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ വേദം വളരെ കൃത്യമായിട്ട് പറയുന്നു, ദൈവം സ്നേഹം തന്നെ, അത് ദൈവത്തിൻ്റെ പ്രകൃതമാണ്. ദാറ്റ് ഈസ് ദ ഗോഡ്സ് നേച്ചർ. അത് ദൈവത്തിൻ്റെ പ്രകൃതമാണ്. ദൈവത്തിന് സ്നേഹമില്ലാതെ വസിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ പൂർണ്ണത, ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് ദൈവത്തിൻ്റെ പൂർണ്ണത. അപ്പോൾ അശുദ്ധമില്ലാത്ത, ഒരിക്കലും വെറുക്കുവാൻ കഴിയാത്ത, ഒരിക്കലും ദേഷിക്കാൻ കഴിയാത്ത, ഒരിക്കലും അകറ്റി നിർത്തുവാൻ കഴിയാത്ത തരത്തിൽ മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ് ദൈവം. കാരണം പിതാവായ ദൈവം പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവ് ദൈവത്തെയും സ്നേഹിച്ചതുപോലെ പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും പുത്രനും സ്നേഹിച്ചു, പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും സ്നേഹിച്ചു. ആ സ്നേഹം, ദൈവികമായിട്ടുള്ള സ്നേഹം നമ്മുടെ മനസ്സുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം നമ്മുടെയൊക്കെ സ്നേഹം മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അല്ലേ? നമ്മുടെ സ്നേഹം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എല്ലാം പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, സമയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ ദൈവത്തിന് കാലങ്ങളും സമയങ്ങളും പരിമിതികളും ഇല്ലാത്ത പദാർത്ഥങ്ങളിൽ അടിസ്ഥാനപ്പെട്ടവനല്ലാത്തതുകൊണ്ട് അവൻ്റെ ആ സ്നേഹം അതുല്യമായിട്ടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് ശരിക്കും സൃഷ്ടിപ്പ് തന്നെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഏകസത്യ നിത്യദൈവത്തിൽ 3 ആളത്വങ്ങൾ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി.
പിതാവിൻ്റെ ആളത്തരാഹിത്യമോ പുത്രൻ്റെ ആളത്തരാഹിത്യമോ പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നപ്പോൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ചില ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. പുത്രൻ വന്നപ്പോൾ അല്ലെങ്കിൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ പിന്നെ പിതാവിന് ഒരാളത്വമില്ലാതായി, പരിശുദ്ധാത്മാവിന് ഒരാളത്വമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പുത്രൻ ക്രൂശിൽ ബലിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ പിതാവുമില്ല, പുത്രനുമില്ല, പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ്.